ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു ഓണം വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ വേഗം തന്നെ പൂക്കളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അത് തൊട്ടിട്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ഓണം വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ്. നമ്മൾ ചെറിയ ചെറിയ കുട്ടി ഡെക്കറേഷൻ പോലെയൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പൂവൊക്കെ കിട്ടത്തില്ലേ, അതുപോലെ ഹാങ്ങിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഓണം മൂഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു 10 മണി സമയത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് പൂക്കളം ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ചെറിയൊരു പൂക്കളാണ്, നമ്മൾ സിമ്പിൾ ഒരു പൂക്കളം ഇടാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ പൂക്കളം. എങ്ങനെയുണ്ട് തുറക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പൂക്കളം ഇട്ടത് കേട്ടോ. കുഞ്ഞൊരു സിമ്പിൾ, വേറെ ഡിസൈനൊന്നും കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ നോക്കാനും കാര്യങ്ങളൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വേഗം ഞാനും മമ്മിയും കൂടി അരിഞ്ഞ് സെറ്റ് ചെയ്ത് ഒരു ചെറിയ വട്ടത്തിലൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മൾ വീട് എന്നല്ല, പൊതുവെ അവിടെ ഈ സമയത്തൊക്കെ കുറച്ച് ആർപ്പ് വിളിയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങി ജസ്റ്റ് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ആംബിയൻസിൽ എടുത്തതാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു വ്യൂ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് എടുത്തതാണ്. അപ്പം അങ്ങനെ പിന്നെ കൂടുതൽ പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല. ഇവിടെ ഡാഡി മമ്മി എല്ലാവരും നാളത്തേക്കുള്ള കുക്കിംഗ് പരിപാടിയിലായിരുന്നു. ഡാഡി വേഗം തന്നെ നമ്മുടെ കാളം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഒരു ദിവസം ഇരുന്നാലല്ല അതിനൊരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് വേഗം തന്നെ അത് സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നാളെയാണ് ചെയ്യുക. സാമ്പാർ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇനി നാളെയാണ് ബാക്കി ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ വേഗം ഇന്നത്തെ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ ഫുഡ് കഴിച്ച് കിടക്കും. അപ്പം ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്ന് ഉത്രാടാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഓഫീസ് കഴിഞ്ഞ് വന്നെടുത്ത വീഡിയോ ആണ്. സോ രാവിലെ, ഇത് തിരുവോണത്തിൻ്റെ രാവിലെയാണ്, ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ കാര്യങ്ങളൊക്കെ കിടക്കാം. നമ്മൾ രാവിലെ എണീറ്റ് ഇപ്പോൾ ചേട്ടൻ വേഗം ഒന്ന് കട തുറക്കാനായിട്ട് പോകാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ബെഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് പുറത്തേക്ക് പോകാം. എന്നിട്ട് ഇന്ന് രാവിലെ എങ്ങനെയാണ് പൂക്കളത്തിൻ്റെ ഇതൊക്കെ നമുക്ക് നോക്കി വെക്കാം. വൈകുന്നേരം ഇട്ട കാരണം ഇനി ഫ്രണ്ടിലല്ലേ നമ്മളിട്ടത്, സിറ്റ് ഔട്ടിൽ ഇട്ട കാരണം നമുക്കിനി വല്ലതൊക്കെ വന്ന് അതെന്തെങ്കിലും കുളമൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കണമല്ലോ. അപ്പോൾ വേഗം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ എഴുന്നേറ്റ് വന്ന് നോക്കിയത് പൂക്കളം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വയലറ്റ് വെള്ളമൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം പട്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇനി പുറത്ത് ഓപ്പൺ ആയത് കാരണം എന്തെങ്കിലും കയറിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അല്ല പെരിച്ചാഴിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറിയാലോ എന്ന് വിചാരിച്ചിട്ട് വന്ന് നോക്കിയത് കേട്ടോ. അപ്പോൾ രാവിലെ ചേട്ടൻ ഇനി കടയിൽ പോകണ്ട് ഇത്തിരി നേരം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾക്കിനി കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് സെറ്റ് സാരി കൊടുക്കണമെന്ന്. അപ്പോൾ നമ്മൾ സദ്യയൊക്കെ കഴിച്ചിട്ടാണ് ഈ വട്ടം സെറ്റ് സാരി കൊടുക്കുന്നത് കേട്ടോ. കാരണം അല്ലെങ്കിൽ കഴിഞ്ഞ വട്ടം ഞങ്ങൾ എല്ലാം ഫുഡ് കഴിക്കുന്നതിന് മുമ്പാണ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഒരുങ്ങി സെറ്റൊക്കെ ആയത്. പക്ഷേ അപ്പോൾ നമ്മൾ സദ്യയൊക്കെ കഴിക്കും, നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം കഴിക്കും. അപ്പോൾ നമുക്ക് സദ്യ ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വട്ടം നമ്മൾ സദ്യയൊക്കെ കഴിച്ച് അതൊക്കെ ഒന്ന് ഒതുക്കി സമാധാനമായിട്ട് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഡയറക്റ്റ് എനിക്ക് വീട്ടിലേക്കും പോകാമല്ലോ. അപ്പോൾ ആ ഡ്രസ്സിൽ തന്നെ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ വേഗം സെറ്റ് സാരിയൊക്കെ ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ സെറ്റ് സാരി തേക്കാനും കാര്യങ്ങളും ബ്ലൗസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഒരു 12 മണിയോട് കൂടിക്ക് തന്നെ നമ്മൾ വേഗം ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. വേഗം തന്നെ സദ്യ നമ്മൾ സെറ്റ് ചെയ്ത് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കട്ടെ ആദ്യം തന്നെ കേട്ടോ. ഏതോ ബന്ധം പോലെ നെഞ്ചിൽ കനക്കുന്നു മോഹം, വാനം വാനം. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് സാരി കൊടുത്ത് വന്നു. എനിക്ക് മമ്മിയാണ് കേട്ടോ ഉടുപ്പിച്ച് തന്നത്. അപ്പോൾ നമ്മൾ വേഗം സെറ്റ് ചെയ്ത് നമ്മൾ ഫോട്ടോസ് ഇനി എടുക്കാമെന്ന് വിചാരിച്ചു എല്ലാവരുമായിട്ട്.
നമ്മൾ എപ്പോഴും കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതേപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഈ വട്ടം അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് ഫാമിലി ഫോട്ടോസും പിന്നെ ഞാനും ചേട്ടനൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ശേഷം ഡാഡി മമ്മിയുടെ കൂടെയൊക്കെ ഫോട്ടോസ് എടുത്തതിന് ശേഷം അവർ പിന്നെ ഡ്രസ്സ് മാറാൻ പോയിട്ട് അവർ ഇത്തിരി നേരം എടുക്കുകയൊക്കെ ചെയ്യും, ഉച്ച സമയമല്ലേ. അപ്പോൾ നമ്മളിനി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ ഇനി വേഗം തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് പോവാണ്. അപ്പോൾ ഇനി എൻ്റെ വീട്ടിലേക്ക് പോണതിന് ഫസ്റ്റ് നമുക്ക് ആദ്യം ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാം. വിജയ് ചേട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾ ആദ്യം പോകുന്നത്. അവിടെ നിന്ന് ഉണ്ണിയോളൊക്കെ എടുത്തിട്ട് വേണം എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. കാരണം അവർ ഓണത്തിന് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അവരെ കൊണ്ടുവന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകാം. അനേറ ഇങ്ങോട്ട് വാ. സുന്ദരി അനേറ, സുന്ദരി ഡ്രസ് കാണട്ടെ. ഓ അനേറ ഇത് വെച്ച് കളിക്കാണ് ഗൈസ്, ഓണക്കളികൾ. നടന്നോ അങ്ങോട്ടെ. പ്രാക്ടീസായി സൂപ്പർ. പോട്ടെ വണ്ടി പോട്ടെ. ഞാൻ ഇവിടെ ഉണ്ട്. ചെടി പറയാൻ ഈ പൂവല്ല, ഞങ്ങൾ വന്നപ്പോൾ ഐതു നല്ല ഉറക്കമായിരുന്നു. ഐതുവിൻ്റെ പക്ഷേ ചീച്ച ഓൾറെഡി രാവിലെ തന്നെ ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു മുണ്ടൊക്കെ എടുത്തിട്ട്. ഐതുവിൻ്റെ ആദ്യത്തെ ഓണാണ് കേട്ടോ. ഇപ്പോൾ ഇവർ പുതിയ വീട് റിനോവേറ്റ് ഒക്കെ ചെയ്ത് ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പം അതൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. പിന്നെ ഞാനും അനേറും ചേട്ടനും കൂടി ബാക്കിലേക്കൊക്കെ സൈഡിലേക്കൊക്കെ പോവാണ്. ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഓരോന്നൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത്തിരി ഒരു എന്താ പറയുക, ഒരു റബ്ബർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതിന്റെ ഒരു ആംബിയൻസ് നമുക്ക് കാണാൻ ഒരു സ്ഥലം. അപ്പൊ ഞങ്ങൾ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. ഏലക്കാണോ കാപ്പിയാ എന്താ ശരിയല്ലേ? നല്ല രസമുണ്ടല്ലേ അത്. ഇങ്ങനെ ഇങ്ങനത്തെ ആഴ്ച ശരിയാ. നമ്മള് റിസോർട്ടിലൊക്കെ പോയി നോക്കണം പോലെ ഉണ്ട്. അപ്പുറത്തന്നെ വീടുണ്ട് കേട്ടാ. കുരുമുളക് നോക്കണ ഗ്യാസ് ഉണ്ടല്ലേ. എവിടെ? ആ മത്തങ്ങ ഐസ്. വാവ്, അത് വേപ്പില. ഇവിടെ കുരുമുളകിന്റെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അനേരം ഇങ്ങോട്ട് വന്നേ, ഫോട്ടോ എടുക്കാൻ പോവാ. അതെയോ? അനേരയുടെ ചിത്രശലഭത്തിന് എന്തോ വരുന്നു. ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ. ഐതുവിൻ്റെ കൂടെ അനറയുടെ കൂടെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ ഇനി എൻ്റെ വീട്ടിലേക്ക് പോവാണ്. എൻ്റെ വീട്ടിൽ പോയിട്ട് ഇനി പ്രത്യേകിച്ചൊന്നും ഞാൻ എടുക്കുന്നില്ല, കാരണം ഇനി കുറച്ച് നേരം നമുക്ക് ഫാമിലി ടൈം. ഇനി കൂടുതലൊന്നും ഞാൻ വീഡിയോ എടുത്ത് കൊളാക്കണില്ല. അപ്പോൾ എല്ലാവരുടെ ഓണം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ നല്ല അടിപൊളിയായിട്ട്, നല്ല സിമ്പിളായിട്ടാണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി എനിക്ക്. അപ്പോൾ ഇനി വേറെ വീഡിയോയിൽ വരാം. സോ ബൈ ബൈ.